പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വരികയാണ്. ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ചിന്തിച്ച് ഓരോന്ന് മനസ്സിൽ ഉയർന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച്. അതായത് രാഷ്ട്രീയക്കാർ ഫണ്ട് സ്വീകരിച്ചാൽ അത് പാർട്ടിക്ക് വേണ്ടി, എന്നാൽ മതങ്ങൾ സ്വീകരിച്ചാൽ അതിന് ചോദ്യം. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ഫണ്ട് കൊടുക്കുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ടോ? അവരെ ആകെ കേരളത്തിൽ സീമാറല്ലോ ആ ഒരു മനുഷ്യൻ്റെ കാര്യം മാത്രം പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോഴും അവൻ കൊടുത്ത കാശിൻ്റെ കണക്ക് അവൻ്റെ ഡയറിയിലുണ്ടായിരുന്നു. അത് കോൺഗ്രസ് തന്നെ, കോൺഗ്രസിലുള്ള പല കൈമടക്ക് മേടിച്ചേക്കുന്നത് അതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ ഇത്രയും പേര് കൈമടക്ക് മേടിച്ച് ഈ കാശ് കളക്റ്റിട്ട് കാര്യമില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ പോരാ. അതൊക്കെ വിട്ടേരെ പോട്ടെ. ഇനിയും ഞാൻ പറയാൻ പോകുന്നത്, മകളെ, ഇന്ന് ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർ കേരളത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ നോർത്ത് ഇന്ത്യയിൽ അത് സെൻട്രൽ ഗവൺമെൻറ് തുറന്നു പറയാമല്ലോ, അവർക്ക് ഫണ്ട് എന്തുമാത്രം വരുന്നത്. ഈ BJP ഏതെല്ലാം മനുഷ്യരെ സഹായിച്ച് അവരുടെ ഫണ്ട് മേടിക്കുന്നു. അവരെന്ത് ചെയ്തു നോക്കുന്നില്ല. എന്താണെങ്കിലും വേണ്ടില്ല, ഫണ്ട് കിട്ടിയാൽ മതി. ഇത് നിങ്ങളൊക്കെ വായിച്ചു കാണും ഓരോ കാര്യങ്ങളും. ഇപ്പോഴും നിതിൻ ഗഡ്കരിയോ അതൊരു കരി തന്നെയാണ്. അവനാണ് റോഡ്വേയുടെ കോൺട്രാക്ട് വലിയ ആള്. അദ്ദേഹം പണിത റോഡിൻ്റെയൊക്കെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണണം. അല്ലെങ്കിൽ ഗഡ്കരി പറയട്ടെ എല്ലാം ശരിയാണെന്ന്. ഇല്ല മക്കളെ, എല്ലാ അവതാളത്തിൽ പാലങ്ങൾ പോകുന്നു. ഇത് എല്ലായിടത്തും കൊണ്ട് കേരളത്തിൻ്റെ എത്ര പാലങ്ങൾ എന്തെല്ലാം സംഭവിക്കുന്നു. എല്ലാം കോൺട്രാക്റ്റ് അവരവരുടെ വിശ്വാസത്തെ ഏൽപ്പിക്കുന്നതിനാ എനിക്ക് കിട്ടാനുള്ള എൻ്റെ പോക്കറ്റിൽ കിട്ടണം. ഒരു കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരു മനുഷ്യൻ ആ 10 കോടിയുടെ കോൺട്രാക്റ്റ് എടുത്തെങ്കിൽ അവൻ എത്ര പേർക്ക് കൈമടക്ക് കൊടുക്കണം? ബാക്കി വരുന്ന കാശ് കൊണ്ട് അവൻ ആ എടുത്ത കോൺട്രാക്റ്റ് പൂർത്തിയാക്കണം. അവനും 10 പൈസ അവൻ്റെ കിട്ടുന്നുണ്ടായോ? എവിടെ നിന്ന് കിട്ടും? അപ്പം അവതാളം നമ്മൾ മനുഷ്യർ ചിന്തിക്കുക. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സമയമില്ല. കാരണം നമ്മൾ അന്യോന്യം വഞ്ചിക്കപ്പെട്ട് ജീവിക്കുക. ഞാൻ നിന്നെ വഞ്ചിക്കും, നീ എന്നെ വഞ്ചിക്കും. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ട് 500 രൂപ കിട്ടിയെങ്കിൽ സന്തോഷിക്കും. അതെന്തുവാ? ഞാൻ വിഷം ചേർന്ന വെജിറ്റബിൾ തന്നിട്ടാ നിന്നെ വഞ്ചിച്ചത്. നീ എന്നെ വഞ്ചിച്ചേച്ച് നീയും 1000-500 ഉണ്ടാക്കി സന്തോഷിക്കും. കാരണം മീനിനകത്ത് മറ്റേ ചേർത്തച്ചാൽ ഞാൻ നിനക്ക് തന്നത്. ഇതാണ് ഗതി. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നുകൊണ്ടും
സമാധാനിക്കണ്ട. നിങ്ങൾ ചിന്തിക്കുന്നോ ഇന്ത്യയിലെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നം തീരുമെന്ന്? ആര് നോക്കിയാലും തീരത്തില്ല. കാരണം ചെറുപ്പക്കാര് അവരുടെ ജീവിതം പഠിച്ച് ഓരോ ഉന്നതിയിലെത്താൻ നോക്കുന്ന പിള്ളേർ അവർ എക്സാം എഴുതാൻ വരുമ്പോൾ ആ ചോദ്യപേപ്പർ ലീക്കാകുക. അവർ എത്രയോ വർഷം മുമ്പ് പറഞ്ഞു ഈ പ്രശ്നം തീർക്കുമെന്ന്. ഇന്നും അത് തന്നെ തുടരുക. പറയുന്ന വാക്കിന് വല്ല അർത്ഥമുണ്ടോ? ഈ പിള്ളേർ 10-20 പിള്ളേർ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഏതോ തെറ്റുവാസി എന്തേ ഞാൻ പറയത്തുള്ളൂ. പറഞ്ഞു അവർ ആത്മഹത്യ ചെയ്ത ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് എങ്ങനെ പറയാനൊക്കെ എന്ന്. അല്ല, ബാക്കി ഞാൻ പറയുന്നില്ല. ഇതാണ് ഇന്നത്തെ ഗതി. ഒരു കാര്യവും ഗവൺമെൻറ് ജോലിയിൽ കയറിയാൽ സുഖമായി ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നാൽ മതി, നീ എന്ത് ചെയ്താലും പ്രശ്നമില്ല, വീത വലിച്ച് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു മക്കളെ, എന്തിനെ ഇന്ത്യയിലല്ലാതെ ഒരു ക്രിമിനലിനെ ഇലക്ഷന് നിൽക്കാൻ വേറൊരു രാജ്യത്തിലും അനുവാദം കൊടുക്കുന്നില്ല. കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്ത് BJPയുടെ ഒരു കൗൺസിലറോ ഒരുത്തൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലുണ്ട്. എന്താ അവൻ ചെയ്ത എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അതൊക്കെ പേപ്പറിൽ വന്നതാണ്. എന്താ ഏത് കൊള്ളയും കുറയും ചെയ്യുന്നവരും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കാം, ഇലക്ഷൻ നിൽക്കാം. അവിടെ ചോദ്യമില്ല നിന്റെ പേര് വല്ല പ്രശ്നമുണ്ടോ, ആ ചോദ്യമൊന്നുമില്ല. അവൻ നിന്നു ജയിച്ചു. കാരണം കള്ളന് കൊലപാതകയ്ക്ക് കൂട്ടുകാർ ഒരുപാടാ, അവർക്ക് അണികൾ ഒരുപാടാ, വോട്ട് കിട്ടും, ജയിച്ചു. ഞാൻ പറഞ്ഞു, അതായത് ഇത് BJPയുടെ പ്രശ്നം. കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര ഒരു കാലത്ത് ന്യൂസിലെ വലിയ ആളായിരുന്നു, ന്യൂസ് പേപ്പറിലെ. അയാളെക്കുറിച്ച് അന്ന് പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന്. അവരെ ഗവൺമെൻറ് അന്വേഷിക്കേണ്ടത് വേണ്ടപ്പെട്ടത് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടത് ഞാൻ നോക്കിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാൽ അത് കഴിഞ്ഞും, അതായത് ഈ റോബർട്ട് വധേരയ്ക്ക് പല സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, ഒരുപാട് ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പൊതുവിൽ ഇത് വന്നിറക്കുകയും ഇങ്ങനെയുള്ളൊരാളിനെ കഴിഞ്ഞ പ്രാവശ്യം ആണെന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ നിർത്താൻ നോക്കിയെന്നുള്ളതാണ്. എന്താ പ്രിയങ്ക ഗാന്ധിക്ക് നോർത്തിൽ എവിടെയോ ഒരു വീടുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ശരിയായിട്ടുള്ള ഓർമ്മ വരുന്ന. കാരണം അവിടുത്തുകാർക്കല്ലാതെ അവിടെ വേറെ സ്ഥലക്കാർക്ക് അവിടെ വീട് വെക്കാനോ സ്വന്തമാക്കാനോ കഴിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധിക്ക് ബംഗ്ലാവുണ്ട്. എല്ലാം നടക്കും മക്കളെ രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയം എന്തിന്?
നീ ചെയ്യണ്ട, പുറകെ നിൽക്കുന്നവരോട് ചിന്താൽ മതി. അവർ ചില്ലറ കാശ് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അവരെല്ലാം സഹായിച്ചു തന്നുകൊണ്ടിരിക്കും. മകളെ, ഞാൻ പറയുന്നത് ഇനിയും ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതെന്ന് അറിയോ, ഒരു രാജ്യത്തിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ രാജ്യം നിലനിൽക്കത്തില്ല. ലോകത്തിലെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾ ഒന്ന് ശമിക്കും പുകഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ പിന്നെ അതാണ് നമ്മൾ കോയിറ്റുമതി സമയത്ത് കളത്തിൽ പോയിരുന്നിട്ടുള്ളവർക്കറിയാം. നമ്മൾ നെല്ല് കാറ്റത്ത് പിടിച്ച് പതിലെടുത്ത് കൂട്ടി തീരും. അത് പുകഞ്ഞു വെച്ച് എവിടെങ്കിലും ഒരു കാറ്റ് വരുമ്പോൾ അതാളിക്കത്തും. അതാണ് ഇനി നടക്കാൻ പോകുന്ന പ്രശ്നം. ഞാൻ വെറുതെ ഇപ്പം പറഞ്ഞില്ല. എല്ലാം നല്ലത് ഇന്ത്യ. ഇനി ഞാൻ പറയാം, ഓർത്തോ സഭയെക്കുറിച്ച് പറയാം. ഓർത്തോ സഭയ്ക്ക് അമേരിക്കയിൽ ഭദ്രാസനമില്ലയോ, അവിടെ മെത്രാപ്പോലീത്ത ഇല്ലയോ ഒരു കളസക്കുപ്പായക്കാരൻ. പിന്നെയും തുമ്പോൺ ഭദ്രാസനാധിപൻ സെറാഫീമിനെ കൊണ്ടുപോയിരിക്കുക അമേരിക്ക ഡള്ളാസിലേക്ക്. മോനെ, എൻ്റെ കാശുണ്ട്, ഞാനത് എൻ്റെ കാശിൻ്റെ പവർ കാണിക്കും. ആരെയാ നീ സെറാഫിനെ കൊണ്ടുപോയി എക്യുമിനൽ ഏതാണ്ട് കുന്തം നടത്തിക്കൊണ്ട് എന്ത് സാധിക്കും? നിനക്ക് ഈ നടത്തിയവരോട് ഞാൻ ചോദിക്കുക, ഈ എക്യുമിനൽ പ്രൈ ഏതാണ്ട് നിങ്ങൾ നടത്തിയല്ലോ, അതിൻ്റെ അർത്ഥം എന്തുവാ ചോദിക്കട്ടെ? നീ പറയാമോ? ഡള്ളാസുള്ള ഏതെങ്കിലും ദരിദ്രവാസിൽ ഏതാനും കേരളത്തിൽ നിന്ന് പോയ ഓർത്തഡോക്സുകാരല്ലയോ? നീ ഏതെങ്കിലും ഒന്നും പറയണ, ഞാൻ പറഞ്ഞുതരാം. എടാ മോനെ, ഈ കാലവും കഴിഞ്ഞു പോവും, അറിയാമോ? നീ മനസ്സിലാക്കിയോ? എക്യുമെന്നല്ല മറ്റേനെ എവിടുന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇനിയൊന്നും ചർച്ച ഞാൻ ഓരോ മെത്താൻ്റെയും വിശ്വാസങ്ങളുടെ കാര്യം ഇനി തുറന്നത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കാശുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു. നിങ്ങൾ ബൈബിൾ വായിച്ചു കാണും. ഒരമ്മ യേശുവിൻ്റെ അടുത്ത് എഴുതിച്ച് പറയും, എൻ്റെ 2 മക്കളുണ്ട്, അവരെ വളർത്തിക്കാൻ അനുവാദം കൊടുക്കണമെന്ന്. കാശ് കൊടുത്തിട്ടല്ലേ? അതൊന്നും എനിക്ക് തോന്നുന്നു. കാശ് കൊടുത്തിട്ട് എന്ത് തരാം? എൻ്റെ കുഞ്ഞുങ്ങളെ ഇറത്തും വളർത്തി വരുത്തുള്ളൂ. അപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞതിൽ അല്പം തെറ്റ് കാണും. ഏതായാലും കൊള്ളാം, ഒരു മാതാവ് ചെന്ന് ക്രിസ്തുവിനോട് പറഞ്ഞ വാക്കാണ്. പണത്തിൻ്റെ കാര്യമോന്ന് എനിക്കറിയിച്ച്, പണം എന്താണെന്നുള്ളത് അത് ഞാൻ നോക്കട്ടെ പറയത്തുള്ളൂ. ഏതായാലും കൊള്ളാം, നിങ്ങൾ പണമുണ്ടെങ്കിൽ മക്കളെ, ദാഹിക്കുന്നവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, വിശക്കുന്നവനൊരു നേരത്തെ ആഹാരം കൊടുക്കുക. നിങ്ങൾ ആഘോഷിച്ചോ? യോബ് എന്തുവാ ചെയ്തത്? തൻ്റെ മക്കൾ എല്ലാ കാര്യങ്ങളും സെലിബ്രേഷൻ നടത്തും. അപ്പോൾ യോബ് അവിടുന്ന് പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി. കാരണം അവർ തെറ്റ് ചെയ്യരുതല്ലോ, തെറ്റ് ചെയ്താൽ ക്ഷമിക്കരുതെന്ന് പറഞ്ഞ്. നിങ്ങൾ എൻ്റെ പൊന്നു മക്കളെ, പടക്കം പൊട്ടിച്ചും ബാൻഡ് വേളം 10 100 കൊണ്ടുവന്ന് നടത്തി പെരുന്നാൾ നടത്തിയും ഒക്കെ ആഘോഷിക്കുവേൻ. അന്ന് ചോദിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന്. നിങ്ങൾ ഇത്ര ഇപ്പോൾ എന്നിൽ നിന്ന് കേട്ടാൽ മതി.